അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നാദാപുരം ഒട്ടനവധി പണ്ഡിതന്മാരും മഹത്തുക്കളും പരിശുദ്ധ ദീനിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയും ശരിയായ സത്യാദർശത്തിലൂടെ ആളുകളെ നയിക്കുകയും അവർക്ക് ദിശാബോധം നൽകുകയും ചെയ്യുന്നു. നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പൊന്നാനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ പാവങ്ങളിൽ പാവങ്ങളായ സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ പള്ളി ദർസ്, അതിൻ്റെ പാരമ്പര്യം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അനവധി വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തിക്കൊണ്ട് നിലനിർത്തിപ്പോകും. ആ കൂട്ടത്തിൽ നാദാപുരം വലിയ പള്ളിയിലെ ദർസ് ശംസുൽ ഉലമാ അവരുടെ നേതൃത്വത്തിൽ, അതുപോലെയുള്ള വലിയ മഹാന്മാരുടെ നേതൃത്വത്തിൽ നടന്നു പോന്നിട്ടുണ്ട്. ഇപ്പോഴും നാദാപുരം പ്രദേശങ്ങളിലെ ചരിത്രപ്രസിദ്ധമായ മുദാക്കര പള്ളി, ആ മുദാക്കര പള്ളിയിൽ 20 വർഷങ്ങളായി പുണ്യരായ യുവ പണ്ഡിതനും പ്രഭാഷകനുമായ മുജീബ് വഹബിയുടെ നേതൃത്വത്തിൽ ചുറ്റർഹമായ ദർസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 20 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ നിറവിൽ അറിവൊഴുക്കിൻ്റെ 2 പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ 20ാം വാർഷിക ഷഹാദദാന സമ്മേളനം 3 ദിവസങ്ങളിലായി നടക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ജില്ലകളിൽ പല മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർക്ക് ഏകവർഷ ഫിഖ് ക്വൈസ് നടത്തുകയും ആ ക്വൈസ് പൂർത്തിയാക്കിയ 60ഓളം പണ്ഡിതന്മാർക്കുള്ള ഷഹാദദാനം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നൽകപ്പെടുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി കർമ്മശാസ്ത്രവേദി അഥവാ ആധുനിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതുപോലെ തന്നെ അലുമിനി മീറ്റ്, ഡോക്ടർ ഉവൈസ് ഫലാഹി, മുജീബ് വഹബി എന്നിവരുടെ പ്രഭാഷണം, ഹുജ്ജത്തുൽ ഉലമ മൗലാന പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ സാദാത്തുക്കളും പണ്ഡിതന്മാരും അണിനിരക്കുന്ന സമാപന സമ്മേളനം ഇതിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച നടക്കുകയാണ്. 3 ദിവസത്തെ പരിപാടിയിലേക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും മുഴുവൻ
ആളുകളെയും ക്ഷണിക്കുകയാണ്.